ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എനിക്ക് വന്ന് ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങി. പിന്നെ അത് കേട്ട് പുതിയ അതിഥികളൊക്കെ ഒന്ന് പോയി നോക്കി. ഞാൻ കുറേ നാളായി ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിലവിലിപ്പോൾ 4 നായുണ്ട്. അവരൊക്കെ ഒന്ന് അയച്ചിട്ടു. രണ്ടാളെ ചങ്ങലേമേ, രണ്ടാളങ്ങനെ വെറുതെ നമ്മുടെ പിന്നാലെ നടന്നോളും, എവിടേക്കും പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ തോരിടാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. വെയിൽ ഉദിച്ചിട്ടില്ല, ചെറുതായി മങ്ങിയിട്ട് നിൽക്കണത്. പക്ഷേ തോരിട്ടു, ഇനി എങ്ങാനും വലിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിളിയുടെ തീറ്റയും അതുപോലെ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലവ് ബേർഡ്സ് അതുപോലെ തന്നെ ജാവേനുള്ളത്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ എല്ലാവർക്കും ചോറ് കൊടുക്കാറൊന്നുമില്ല, ഇവന് മാത്രം കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക്. അങ്ങനെ അവൻ്റെ ചോറും കൊടുത്തു. പിന്നെ ഇവരെയൊക്കെ നോക്കിയതിനുള്ളതാണ് ഇവിടെ ഈ കാണുന്ന കുശുമ്പ്. അവരൊന്നും ഞാൻ നോക്കാൻ പാടില്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞ് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു ഞാൻ അവിടെ. അത് കഴിഞ്ഞ് പല്ലേക്കാൻ നിൽക്കുമ്പോഴാണ് മഴക്കാര്, ചെറുതായി മഴ ചാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തുണികളൊക്കെ എടുത്ത് കയറ്റിയിട്ട് അത് കഴിഞ്ഞ് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. ഇന്നാണ് ഞാൻ പുട്ടും പഞ്ചസാരയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. ഞാനിവിടെ പുട്ടും കടലയും കഴിക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് അവളെ തീറ്റ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് മീനിനൊക്കെ തീറ്റിട്ട് കൊടുത്തു. ഇവർ കുറേ നേരമായി തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവരെ തീറ്റ ആദ്യം കൊടുത്തു. അവരെ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കോഴിക്കറുപ്പിനും അതുപോലെ തന്നെ പോളാറും ഗിപ്പിക്കൊക്കെ പോയി തീറ്റ കൊടുത്തത്. അപ്പിക്ക് നല്ല അടിപൊളിയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അങ്ങനെ ഞാൻ അവരെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. ഇവരെ തീറ്റിട്ട് കൊടുക്കുമ്പോഴായാലും മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കറണ്ട് പോലും സ്വാഭാവികമാണ്. ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് പുറത്തിരിക്കാനും അകത്തിരിക്കാനും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തിരുന്നു മഴ കണ്ടിട്ട്. ഇവിടെ പിന്നെ വെട്ടി വെടുപ്പാക്കിയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.